ഈ 87 വയസ്സുള്ള ഒരാൾ ഇപ്പോഴും പാർട്ടി എന്ന് പറയുമ്പോൾ വളരെ ആവേശം കാണിക്കാറുണ്ടല്ലേ? പാർട്ടി എന്ന് പറയുന്നത് എൻ്റെ ജീവനാണ്. എൻ്റെ ജീവനാണ് പാർട്ടി. ആ പാർട്ടിയെ തള്ളി പറയത്തില്ല ഒരിക്കലും. സഖാവ് VS വിടവാങ്ങി. അതിൻ്റെ ഒരു ദുഃഖത്തിലാണ് കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും. അതെ, എനിക്ക് VSമായിട്ടുള്ള ഒരു ബന്ധം ഒന്ന് പറയാമോ? VS 1964 പാർട്ടി രണ്ടായതിന് ശേഷം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം സഖാവ് VS ആണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി. അന്ന് ഞാൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ആ കാലഘട്ടത്തിൽ. അപ്പം അത്രത്തോളം സജീവ പ്രവർത്തനമായിരുന്നു. അന്ന് ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, കർഷകത്തൊഴിലാളി യൂണിയൻ്റെ താലൂക്ക് കമ്മിറ്റി മെമ്പർ, കർഷകത്തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറി, വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി, ഈ സ്ഥാനങ്ങളൊക്കെ ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആലപ്പുഴ പോവുകയും VSമായിട്ടും മറ്റ് സഹാക്കളുമായിട്ടൊക്കെ ആലപ്പുഴ ജില്ലയിലെ മറ്റ് നേതാക്കന്മാരുമായിട്ട് നല്ല പരിചയമായിരുന്നു. ഞാൻ ഈ മിച്ചഭൂമി സമരത്തിന് ഞാൻ പങ്കെടുത്തു. അന്ന് VS അല്ല AKG തിരുവനന്തപുരത്ത് മുടവമ്മൂൾ കൊട്ടാരത്തിൻ്റെ മതിൽ ചാടി കൊടി നാട്ടുമ്പോൾ ഞങ്ങൾ വെൺമണിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെങ്ങന്നൂർ താലൂക്ക് ആകെ കേന്ദ്രീകരിച്ച്, കല്യാത്ര കേന്ദ്രീകരിച്ച്, അന്ന് കർഷകത്തൊഴിലാളി യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഞാൻ. അന്ന് എൻ്റെ നേതൃത്വത്തിലാണ് വെൺമണിയിൽ കല്ലുവമഴക്കാരുടെ മിച്ചഭൂമിയിൽ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ ആ മിച്ചഭൂമി സമരത്തിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഞങ്ങളെ റിമാൻഡ് ചെയ്തു. ഞാൻ മാവേലിക്കര സബ് ജയിലിൽ 22 ദിവസം റിമാൻഡിൽ കഴിഞ്ഞു. അതിനുശേഷം ആണ് അന്ന് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ വിയറ്റ്നാമിന് സ്വാതന്ത്ര്യം കിട്ടി. ഞങ്ങൾ ജയിലിൽ കിടന്നുകൊണ്ട് വിയറ്റ്നാം ദിനം ആഘോഷിച്ചു. കാര്യം ഞങ്ങൾ പുറത്തെ പാർട്ടിയോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ ഒരു സദ്യ നടത്തണം. അങ്ങനെ അരിയും സാധനങ്ങളുമെല്ലാം പുറത്തെ പാർട്ടി സംഘടിപ്പിച്ച് അകത്തെ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് അവിടെ ഞങ്ങൾ വലിയ സദ്യ, അവിടെ മുഴുവൻ ജയിൽ പുള്ളികൾക്കും സദ്യ കൊടുത്തു, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വിയറ്റ്നാം ദിനം ഞങ്ങൾ ആചരിച്ചു. വെൺമണിയിൽ നിന്നുള്ള സമരങ്ങളിൽ എപ്പോഴും മുൻനിരയിൽ തന്നെയായിരുന്നല്ലേ? ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഒരു MLA ആകാതിരുന്നത്, MP ആകാതിരുന്നത്, മന്ത്രിയാകാതിരുന്നത്? അന്ന് MLAയോ മന്ത്രിയോ ആകുന്നതല്ല പാർട്ടിക്കകത്ത് പ്രധാനം. ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. പക്ഷേ എനിക്കതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അങ്ങനെ ഒന്നും നിന്നില്ല. കാരണം എന്താ, കർഷക തൊഴിലാളികളെ അന്നത്തെ ജീവിത ലൈൻ ഏറ്റവും വലിയ കഷ്ടപ്പാട് നിറഞ്ഞ കാലഘട്ടമായിരുന്നു. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം കൃഷി ഉണ്ടായിരുന്നല്ലേ? കൃഷി ഉണ്ടായിരുന്നു. കർഷകനാണെന്ന് കേട്ടു. ഇപ്പോഴും കൃഷിയുണ്ടല്ലേ? ഇപ്പോഴും കൃഷിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 10 പറ നിലം കൃഷി ചെയ്തു. ആ നിലത്തിൽ നിന്നൊന്നും കിട്ടിയില്ല, എല്ലാം നഷ്ടത്തിലായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെ പുസ്തകത്തിൽ വെൺമണിയുടെ സമരഗാഥ എന്ന് പറയുന്ന പുസ്തകത്തിൽ കർഷകത്തൊഴിലാളികളുടെ ആദ്യകാല ജീവിത രീതിയെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ 1957 സ്പീക്കറായിരുന്ന ശങ്കരാനന്ദൻ തമ്പിയുടെ വീടുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. രാജശേഖരൻ തമ്പി, വേലായുധൻ തമ്പി, പിന്നെ തങ്കച്ചിമാർ, തോപ്പിപ്പാസിയുടെ ഭാര്യ എണ്ണക്കാട്ട് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ ആ രാജകൊട്ടാരത്തിനെ പറ്റി എഴുതിയ കൂട്ടത്തിൽ അവിടുത്തെ കുടിയടപ്പ് സമരം, അന്ന് KJ പത്രോസായിരുന്നു കർഷകത്തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറി. ആ പത്രോസാണ് ഈ കുന്തക്കാരൻ പത്രോസ്? യെസ്. ഈ കുന്തക്കാരൻ പത്രോസിൻ്റെ ഓർമ്മകളോടൊന്ന് പങ്കുവെക്കണേ. വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം എനിക്ക് അന്ന് ആ സഖാവിനെ കണ്ടു പരിചയമുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഇടപെടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അടുത്ത്
അത് പുള്ളിയുടെ സഹോദരി പിന്നീട് ഞങ്ങളുടെ കൂടെ പാർട്ടിക്കകത്ത് വരികയും പാർട്ടി മെമ്പറാകുകയൊക്കെ ചെയ്തു. ആ കുടിയടപ്പ് സമരത്തിൽ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് പുറകിൽ കൈകെട്ടി കൊട്ടാരത്തിൻ്റെ മുൻവശത്തുള്ള റോഡിലൂടെ നടത്തി. റോഡിലൂടെ നടത്തിയപ്പം പുറകിൽ നിന്ന് പോലീസുകാർ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ്. അപ്പം സുഭദ്രാമ തങ്കച്ചി പ്രസവത്തിന് അവിടെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞ് കൊട്ടാരത്തിൽ താമസമായിരുന്നു. ആരോ തൊഴിലാളികൾ എന്ന് പറഞ്ഞു ഇന്നതുപോലെ കർഷക തൊഴിലാളികളെ നടു റോഡിൽ കൂടി ചാട്ടവാറ് കൊണ്ട് പോലീസ് അടിക്കുന്നു. സുഭദ്രാമ ഒറ്റ ഓട്ടത്തിന് വന്ന് പോലീസിനെ തടഞ്ഞു. പോലീസുകാർ കയറി തങ്കച്ചിയുടെ കൈക്ക് പിടിച്ചപ്പം കടലാമണക്കും പത്തൽ വലിച്ചൂരി അടിച്ചു പോലീസിനെ. ആ കേസിൽ അറസ്റ്റ് ചെയ്ത് മാവേലിക്കരെ കൊണ്ടുപോയി ശിക്ഷിച്ചു. ശിക്ഷ കഴിഞ്ഞിറങ്ങി വന്നപ്പം ഭർത്താവ് അവരുടെ ബന്ധം ഒഴിഞ്ഞു. അതിന് ശേഷമാണ് ചടയമുടി അവരെ വിവാഹം ചെയ്തത് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച്. ഇതൊക്കെ പലരും അറിയാത്ത കഥകളാണ്. അതെ, ആ കാര്യം എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എഴുതാൻ കഴിഞ്ഞില്ല എനിക്ക്. എഴുതിയില്ല? അത് എഴുതിയില്ല. അതെന്തുകൊണ്ടാണ്? അത് എഴുതാൻ ഓർമ്മ വിട്ടുപോയി. കാര്യം എണ്ണയ്ക്കാട്ട് കുടിയടപ്പ് സമരത്തെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി എഴുതിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ വിട്ടുപോയി. അത് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ എൻ്റെ വെമ്മിയുടെ സമരഗാഥയിൽ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. വിമോചന സമരത്തിന് അടികൊണ്ട കർഷക തൊഴിലാളികൾ റോഡിൽ നടന്ന് ഒരു കടയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ മേടിച്ച് കുടിക്കണമെങ്കിൽ ഒരാളിൻ്റെ സഹായം വേണമായിരുന്നു. ആ സഖാവിൻ്റെ പേരുമൊക്കെ എഴുതാൻ വിട്ടുപോയി. അതിന് അത്രത്തോളം ഉപദ്രവം സഹിച്ചിട്ടുണ്ടല്ലേ? ഒരുപാട് ഉപദ്രവം സഹിച്ചിട്ടുണ്ട്. പോലീസാണോ തല്ലുന്നേ? പോലീസല്ല, നാട്ടുകാർ. വിമോചന സമരത്തിന് നാട്ടുകാർ. അന്ന് നരണം ബേബിയുടെ നേതൃത്വത്തിലാണ് നരണംപട ഇവിടൊക്കെ വന്ന് പ്രശ്നമുണ്ടാക്കിയത്. സഹാക്കന്മാരെ മുഴുവൻ തല്ലുകയായിരുന്നു. തല്ല്. അന്ന് ഇവിടുത്തെ ഗുണ്ടകൾ ഉൾപ്പെടെ കൂട്ടുചേർന്നുകൊണ്ടാണ് പാവപ്പെട്ടവരെ എല്ലാം ഉപദ്രവിച്ചത്. പിന്നീട് എന്തായി ആ സമരം? വിമോചന സമരം വിമോചന സമരത്തിന് കഴിഞ്ഞതിന് ശേഷമാണ് സഖാ AKG കേരള വ്യാപകമായിട്ട് സഞ്ചരിച്ചു, തൊഴിലാളികളെ സംഘടിപ്പിച്ചു. അപ്പോൾ അന്ന് EMS ഉണ്ട്, AKG ഉണ്ട്. അന്നത്തെ പാർട്ടിയല്ല ഇന്നത്തെ പാർട്ടി. കാര്യം അന്ന് വിപ്ലവ പാർട്ടിയായിരുന്നു.